ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ ലൂണയുടെ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ, അതായത് പ്ലേ ഓഫിൽ കയറി കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക്കലി എക്സ്റ്റെൻഡ് ആകുന്നുള്ള സിറ്റുവേഷനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ അങ്ങനൊരു എക്സ്റ്റൻഷൻ കിട്ടിയതിന് ശേഷം നമ്മുടെ മാനേജ്മെൻറ്റാണ് ഇനി ഫീ ഒക്കെ കൊടുത്തിട്ട് വിൽക്കുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ പോകുമോ എന്നുള്ളത്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ മുംബൈ സിറ്റി FC ചറവറ താരങ്ങളെ, അവരുടെ മിഡ്ഫീൽഡേഴ്സിലെ താരങ്ങളെയൊക്കെ, വിദേശ താരങ്ങളെയൊക്കെ വിൽക്കുന്ന സമയത്ത് ഇനി നമ്മുടെ നെഞ്ചത്തോട്ട് വരുമോ എന്നുള്ളൊരു ചോദ്യവും ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇതിപ്പം IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ളൊരു ഹാൻഡിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അതായത് ലൂണയ്ക്ക് അവർ ഓഫർ വെക്കുന്നു, ഫീ കൊടുക്കാനും റെഡിയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലാണ് ഇനി ഒരു ഡിസിഷൻ വരേണ്ടത് എന്നുള്ളത്. ആക്ച്വലി എന്താ പറയുക, ലൂണയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോട്ടാണ്, അല്ലെങ്കിൽ ഒരു ലെജൻഡറി പ്രൊഫൈലൊക്കെ ഉള്ളൊരു താരമാണ് അദ്ദേഹം എന്നുള്ളത്. അപ്പം അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകുന്നത്, പ്രത്യേകിച്ച് ഒരു ISL മറ്റൊരു ക്ലബ്ബിൽ പോകുന്നത് കാണാൻ ഒരിക്കലും ഒരു ഫാൻസും ആഗ്രഹിക്കില്ല എന്നുള്ളതറിയാം. ഇൻ ഫ്യൂച്ചറിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്ലെയറിൻ്റെ ഒരു പ്രതിമയൊക്കെ വരണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ അത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും അത് എഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ തന്നെ ആയിരിക്കും. സോ നമുക്കറിയാം ലൂണയ്ക്ക് 2025 വരെയാണ് ഒരു കോൺട്രാക്ട് ഉള്ളത്. അപ്പം ഇതുമായിട്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞപ്പം ലൂണയ്ക്ക് 25 വരെ കോൺട്രാക്ട് ഉണ്ട്. ലെറ്റ്സ് സീ, അദ്ദേഹത്തിന് വേറെ ഓഫേഴ്സ് ഉണ്ടെന്ന തരത്തിലൊക്കെ പറഞ്ഞതായിട്ട് അറിയുന്നു. സോ എനിക്ക് അങ്ങനത്തെ ഒരു ടോക്ക് കേൾക്കുമ്പം സത്യത്തിൽ പറഞ്ഞതുപോലെ ഒരു പേടിയുണ്ട്. കാരണം ഒന്നെങ്കിൽ ഇപ്പം അവർക്ക് പറയാം ഇപ്പം 25 വരെ കോൺട്രാക്ട് ഉണ്ട്, നമ്മളോടൊപ്പം അദ്ദേഹം അടുത്ത സീസണിൽ ഉണ്ടാകുമെന്നുള്ളത് പറയാം. അതല്ലാണ്ട് ഓഫേഴ്സ് ഉണ്ട്, ലെറ്റ്സ് സീ എന്നൊക്കെയുള്ളൊരു സംഭവം കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും പേടിക്കുന്നുണ്ട്. ഇവിടെ തന്നെ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അദ്ദേഹത്തിന് ഇവിടെ KBCയിലൊക്കെ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിക്കുന്നവരെ കളിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളൊരു സംഭവമൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്ലെയർ അങ്ങനെ ഒരു രീതിയിലേക്കൊക്കെ പോകുമോ എന്നുള്ളതാണ്. സോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ആ പറഞ്ഞ പോലെ ഒരു ഓഫേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. കാരണം ഇപ്പം അദ്ദേഹത്തെ സെല്ല് ചെയ്ത് ഫീ മേടിച്ചിട്ട് ഒരു പരിപാടിക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു റൈറ്റ് ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലൂണയെ പോലത്തെ ഒരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ISL ഏത് ടീമും ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ്. സോ അങ്ങനത്തെ ഒരു പ്ലെയറെ ഇങ്ങനെ ഒരു വർഷത്തെ നമുക്കൊരു കോൺട്രാക്ട് ഉണ്ട്, ആ നേരത്തിൽ സെല്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അത്ര ഒരു നല്ല ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു കോച്ച് വന്നാലും ആ ഒരു കോച്ചുമായിട്ട് അഡാപ്റ്റ് ആകാൻ പറ്റുന്നൊരു പ്ലെയർ ആയിരിക്കും ലൂണ എന്നുള്ളത്. സോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സീസണിലെങ്കിലും നമുക്ക് ലൂണയെ പിടിച്ച് നിർത്താൻ സാധിക്കണം എന്നുള്ളൊരു ഫാക്ടറാണ് എനിക്ക് പറയേണ്ടതുള്ളത്. കാരണം നമുക്ക് ഓൾറെഡി ഈ ഒരു പ്ലെയറുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് തന്നെ ആ ഒരു ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. അതല്ല വിട്ടുകളയാവുന്ന ഒരു ഡിസിഷനിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഓരോ സീസണിലും നമ്മൾ ഓരോ വേസ്റ്റ് ഡിസിഷൻസ് എടുക്കുമല്ലോ, അങ്ങനത്തെ ഒരു വേസ്റ്റ് ഡിസിഷൻ ആയത് മാറും എന്നുള്ളതാണ്. സോ ഹോപ്പ്ഫുള്ളി നമുക്ക് അടുത്ത സീസണിൽ പറഞ്ഞതുപോലെ ലൂണ ഉണ്ടാകും എന്നുള്ളൊരു കൺഫർമേഷൻസ് ഒക്കെ വരുന്നൊരു സാഹചര്യത്തിലേക്ക് വരട്ടെ. അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലൂണ അടുത്ത സീസണിൽ നിന്നും നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ സീസണൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. പുതിയ കോച്ചൊക്കെ ആയിട്ട് സെറ്റാകുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുള്ളിയെ കൺവിൻസ് ചെയ്യിക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഡിസിഷൻസിലേക്കൊക്കെ പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഉള്ളൊരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ കാണിക്കാൻ സനി.